ഒരു മനുഷ്യൻ പെട്ടെന്നൊരു നാൾ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ അയാളുടെ ഓർമ്മകളും സ്വപ്നങ്ങളും എത്ര നാൾ ഇവിടെ അവശേഷിക്കും? ദിവസങ്ങൾ, മാസങ്ങൾ, അതോ ഏതാനും വർഷങ്ങളോ? കാലം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർ പോലും ആ ഓർമ്മകളെ പതുക്കെ പതുക്കെ മറന്നു തുടങ്ങും. എന്നാൽ നാം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളിൽ ചീറിപ്പായുന്ന ഒരു വലിയ നാഷണൽ ഹൈവേയുടെ കട്ടിയുള്ള ടാറിട്ട റോഡിൻ്റെ 10 അടി താഴെ ഒരു പെൺകുട്ടിയുടെ ശരീരം 5 വർഷത്തോളം ആരും അറിയാതെ തികച്ചും നിശബ്ദമായി ഒളിഞ്ഞു കിടന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹോളിവുഡ് ക്രൈം ത്രില്ലർ സിനിമയിലെ സാങ്കല്പിക കഥയായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇത് ഇന്ത്യയെ മുഴുവൻ നടുക്കിയ നമ്മുടെ രാജ്യത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിചിത്രവും ദാരുണവുമായൊരു യഥാർത്ഥ കൊലപാതകത്തിൻ്റെ കഥ കൂടിയാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയുടെയും ആരും കാണാതെ പോയ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിൻ്റെയും ഒടുവിൽ അസാധ്യമായ ഒരിടത്ത് നിന്ന് സത്യം വിളിച്ചോതിയ ആധുനിക ശാസ്ത്രത്തിൻ്റെയും അവിശ്വസനീയമായ ഒരു പോരാട്ടം. ഇതാണ് ഛത്തീസ്ഗഡിലെ കോർബ നഗരത്തെ പിടിച്ചുലച്ച സൽമാ സുൽത്താൻ എന്ന കൊലപാതക കേസ്. നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. വർഷം 2018 ഒക്ടോബർ 21, ഒരു ഞായറാഴ്ച പ്രഭാതം. ഛത്തീസ്ഗഡിലെ കോർബ നഗരം 25-കാരിയായ സൽമാ സുൽത്താനയ്ക്ക് അന്ന് പതിവ് പോലെ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു. ഛത്തീസ്ഗഡിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് മാത്രം ഒരു പ്രമുഖ TV ചാനലിലെ മുൻനിര വാർത്താ അവതാരകയായി മാറിയ മിടുക്കിയായിരുന്നു അവൾ. പ്രതിഭയും സൗന്ദര്യമുള്ള അവൾക്ക് ആകാശത്തോളമുള്ള വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. മാധ്യമരംഗത്ത് വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്നും തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും കുടുംബത്തെയും ഏറ്റവും നല്ല നിലയിലാക്കണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. അന്ന് രാവിലെ കൃത്യം 7 മണിക്ക് ഓഫീസിലേക്ക് പോകാനായി അവൾ വീട് വിട്ടിറങ്ങി. ബസ്സിലായിരുന്നു അവളുടെ സ്ഥിരം യാത്രകൾ. മകൾ എന്നും രാവിലെ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഗാംഭീര്യത്തോടെ വാർത്തകൾ വായിക്കുന്നത് കാണുന്നത് അവളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു. അന്ന് രാവിലെ 10 മണിയുടെ വാർത്താ ബുള്ളറ്റിനിൽ കാണാൻ സൽമയുടെ അച്ഛനും അമ്മയും പതിവ് പോലെ ചാനലിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. മകളുടെ മുഖം സ്ക്രീനിൽ തെളിയുന്നത് കാണാൻ അവർ ആകാംക്ഷയോടെ ഇരുന്നു. എന്നാൽ സ്ക്രീനിൽ വാർത്ത വായിക്കാൻ വന്നത് സൽമ ആയിരുന്നില്ല, അപരിചിതയായ മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ചാനലിലെ പെട്ടെന്നുള്ള ഏതെങ്കിലും തിരക്കോ ഷിഫ്റ്റിലെ മാറ്റമോ കാരണം മറ്റാരെങ്കിലും വാർത്ത ഏൽപ്പിച്ചതാകാമെന്ന് കരുതി ആ വൃദ്ധരായ മാതാപിതാക്കൾ സ്വയം ആശ്വസിച്ചു. എന്നാൽ സമയം വേഗത്തിൽ കടന്നുപോയി. വൈകുന്നേരം 4 മണിയുടെ വാർത്താ ബുള്ളറ്റിലും സൽമയെ കാണാതായതോടെ ആ ദമ്പതികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടതുപോലെയായി. കാരണം സൽമ ഒരിടത്തും സമയം തെറ്റിക്കുന്നവളോ വീട്ടുകാരെ അറിയിക്കാതെ മാറി നിൽക്കുന്നവളോ ആയിരുന്നില്ല. നേരം ഇരുട്ടി വെളുത്തിട്ടും അവൾ തിരിച്ചെത്തിയില്ല. അവളുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അത് സ്വിച്ച് ഓഫ് എന്ന് മറുപടി മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഒടുവിൽ പരിഭ്രാന്തരായ മാതാപിതാക്കൾ ചാനൽ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു. അവിടെ നിന്നാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിയുന്നത്. സൽമ അന്ന് ഓഫീസിലെത്തിയിട്ടേ ഇല്ലായിരുന്നു. അതോടെ ആ കുടുംബത്തിൻ്റെ ലോകം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. ഭയന്ന് വിറച്ച ആ മാതാപിതാക്കൾ ഉടൻ തന്നെ ഒട്ടും സമയം കളയാതെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മകളെ കാണാനില്ലെന്ന് പരാതി നൽകി. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത പ്രാദേശിക പോലീസ് ആ തിരോധാനത്തെ വളരെ നിസ്സാരമായാണ് കണ്ടത്. അവൾ ഗ്ലാമറുള്ള ഒരു മാധ്യമ പ്രവർത്തകയല്ലേ, പ്രായപൂർത്തിയായതുമാണ്, ഏതെങ്കിലും കാമുകനൊപ്പം ഒളിച്ചോടിയതാകാം എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പോലീസിന്റെ ഈ അനാസ്ഥയും നിസ്സംഗതയും കേസിനെ പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടു. അവൾ കാമുകനൊപ്പം പോയതാണെന്ന രീതിയിലുള്ള കഥകൾ നാട്ടിൽ പരന്നതോടെ ആ കുടുംബം കടുത്ത മാനസിക വിഷമത്തിലാവുകയും ചെയ്തു. സ്വന്തം മകളെക്കുറിച്ചുള്ള ആദിയും സമൂഹത്തിൻ്റെ ക്രൂരമായ കുറ്റപ്പെടുത്തലുകളും പോലീസിൻ്റെ അവഗണനയും ആ വൃദ്ധയായ പിതാവിനെ മാനസികമായും ശാരീരികമായും തകർത്തെറിഞ്ഞു. തൻ്റെ മകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് പറ്റിയെന്നറിയാതെ, അവളുടെ ഒരു മുഖം പോലും അവസാനമായി കാണാനാകാതെ, ഒടുവിൽ മകളുടെ തിരിച്ചുവരവനായി കാത്തു നിൽക്കാതെ ആ പിതാവ് ദുരൂഹതകളുടെ ആഴങ്ങളിലേക്ക് നോക്കി മരണത്തിന് കീഴടങ്ങി. സൽമയുടെ തിരോധാനത്തിന് പിന്നാലെ സത്യാവസ്ഥ കണ്ടെത്താനായി വർഷങ്ങൾ 5 തന്നെ കടന്നുപോയി. ജനങ്ങളും മാധ്യമങ്ങളും പോലീസും പതുക്കെ 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 സൽമയുടെ പേര് ഫയലുകളിൽ നിന്നും മറക്കുകയും മനസ്സിൽ നിന്ന് പോലും മറന്നു പോവുകയും ചെയ്തു. ഇവിടെയാണ് ഈ കഥയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ വഴിത്തിരിവുണ്ടാകുന്നത്. വർഷം 2023 മെയ് മാസം കോർബയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ റോബിൻസൺ എന്ന മിടുക്കനായ ഒരു IPS ഉദ്യോഗസ്ഥൻ പുതുതായി ചുമതലയേറ്റു. സ്റ്റേഷനിലെ പഴയതും തെളിയാത്തതുമായ കേസുകളുടെ പൊടിപിടിച്ച ഫയലുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് സൽമയുടെ 5 വർഷം പഴക്കമുള്ള ഫയൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കേവലം ഒരു സാധാരണ പെൺകുട്ടി കാമുകനൊപ്പം ഒളിച്ചോടിയതായി മുമ്പ് പോലീസ് എഴുതി തള്ളിയ ആ കേസിൽ എന്തൊക്കെയോ അസ്വാഭാവികതകളും ദുരൂഹതകളും ഒളിഞ്ഞു കിടക്കുന്നതായി ആ സമർത്ഥനായ ഓഫീസർക്ക് തോന്നുകയും ചെയ്തു. കാരണം സ്വന്തം കരിയറിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന മാതാപിതാക്കളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അവരെയെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് യാതൊരു സൂചനയും നൽകാതെ പെട്ടെന്നൊരു നാൾ അപ്രതീക്ഷിതമായി ഒളിച്ചോടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ചു. റോബിൻസൺ IPS ആ കേസ് പുനരാരംഭിക്കാൻ ഉത്തരവിട്ടു.
ഒരു പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപീകരിച്ച് സൽമയെ കാണാതായ ദിവസത്തെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ, അതായത് CDR റെക്കോർഡുകൾ അവർ വീണ്ടും അതീവ രഹസ്യമായി അരിച്ചുപെറുക്കി. അവിടെയാണ് വർഷങ്ങളായി പ്രതികൾ ഒളിച്ചു വെച്ചിരുന്ന ആ നിർണായക തെളിവ് പുറത്തു വരുന്നത്. 2018 ഒക്ടോബർ 21 രാവിലെ കൃത്യം 9 മണിക്ക് സൽമയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അതേ സമയത്ത് മധു സാഹു എന്നൊരു ജിം പരിശീലകൻ്റെ മൊബൈൽ ഫോണും അതേ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല, അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിൽ നിരന്തരം മണിക്കൂറുകളോളം സംസാരിച്ചതായും വ്യക്തമാവുകയും ചെയ്തു. പോലീസ് ഒട്ടും സമയം കളയാതെ മധു സാഹുവിനെ രഹസ്യമായി നിരീക്ഷിക്കുകയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദ്യമൊക്കെ തനിക്ക് സൽമയെ അറിയില്ല എന്നും കേവലം ഒരു ജിം പരിചയം മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാനൊക്കെ പരമാവധി ശ്രമിച്ചു. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളും ടവർ ലൊക്കേഷൻ വിവരങ്ങൾക്കും മുന്നിൽ അതെല്ലാം നിരത്തിക്കൊണ്ടുള്ള പോലീസിൻ്റെ കടുത്ത ചോദ്യം ചെയ്യലിന് മുന്നിൽ അയാൾക്ക് അധിക നേരമൊന്നും പിടിച്ചു നിൽക്കാനായില്ല. അയാളുടെ മുഖം ഭയം കൊണ്ട് നിഴലിച്ചു, വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി, വാക്കുകൾ പതറി. ഒടുവിൽ 5 വർഷമായി കോൺക്രീറ്റ് കാടുകൾക്കുള്ളിൽ താൻ അതിവിദഗ്ധമായി മൂടിവെച്ചിരുന്ന ആ ക്രൂരമായ സത്യം അയാൾ പോലീസിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. മധു സാഹു നേരത്തെ തന്നെ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. എന്നാൽ ജിമ്മിൽ വെച്ചുള്ള പരിചയം സൽമയുമായി അയാൾ രഹസ്യമായ പ്രണയത്തിലാകാൻ കാരണവുമായി. സൽമയ്ക്ക് അയാളുടെ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായൊരു ജിം തുടങ്ങണമെന്ന മധുവിൻ്റെ ആഗ്രഹത്തിന് സൽമ തൻ്റെ പേരിൽ ഒരു വലിയ തുക ബാങ്ക് വായ്പയായി എടുത്ത് 7 ലക്ഷം രൂപ നൽകി സഹായിച്ചു. എന്നാൽ കാലക്രമേണ മധുവിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സൽമയ്ക്ക് കടുത്ത സംശയങ്ങൾ തോന്നി തുടങ്ങി. കാരണം അവരൊരു മാധ്യമ പ്രവർത്തകയാണ്. അവർക്ക് ചില സംശയങ്ങൾ ആദ്യമേ തോന്നി തുടങ്ങിയിരുന്നു. താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ സൽമ തന്നെ നിയമപരമായി വിവാഹം കഴിക്കണമെന്ന് മധുവിനോട് കർശനമായി ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പണം വാങ്ങിയതിനെക്കുറിച്ചും മധുവിൻ്റെ ഭാര്യയോട് നേരിട്ട് ചെന്ന് പറയുമെന്നും അവർ ശക്തമായി ഭീഷണിപ്പെടുത്തി. ഇതോടെ സൽമ തൻ്റെ കുടുംബജീവിതത്തിനും കരിയറിനും ഒരു വലിയ ബാധ്യതയാകുമെന്നും മധു ഉറച്ചു വിശ്വസിച്ചു. അവളെ എന്നേക്കുമായി വഴിയിൽ നിന്നും ഒഴിവാക്കാൻ അയാൾ അതീവ ക്രൂരമായൊരു പദ്ധതിയും തയ്യാറാക്കി. 2018 ഒക്ടോബർ 21 രാവിലെ ഓഫീസിലേക്ക് പോകാനായി ബസ് കാത്തുന്ന സൽമയുടെ മുന്നിലേക്ക് മധുവും അവൻ്റെ 2 കൂട്ടുകാരും ഒരു ആഡംബര കാറിൽ വന്നെത്തി. വഴിയിൽ വെച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവർ സൽമയെ നിർബന്ധിച്ച് കാറിനുള്ളിൽ കയറ്റി. കാർ നഗരത്തിന് പുറത്തുള്ള വിജനമായ വഴിയിലേക്ക് നീങ്ങിയതോടെ അവർ തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. താൻ ഭാര്യയോട് എല്ലാം പറയുമെന്ന തീരുമാനത്തിൽ സൽമ ഉറച്ചു നിന്നതോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മധു കൂടെ കരുതിയിരുന്ന ഒരു കട്ടിയുള്ള കയറെടുത്ത് കാറിനുള്ളിൽ വെച്ച് സൽമയുടെ കഴുത്തിൽ മുറുക്കി ഞെരിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവളുടെ കൈകാലുകൾ അനങ്ങാത്ത വിധം അമർത്തിപ്പിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്തോളം സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ 25-കാരിയും ജീവനും ശ്വാസവും ആ കാറിനുള്ളിൽ വെച്ച് എന്നേക്കുമായി ഒടുങ്ങി. കൊലപാതകം കഴിഞ്ഞു. ഇനി മൃതദേഹം എന്ത് ചെയ്യും? അവിടെയാണ് മധു സാഹു തൻ്റെ സാത്താൻ ബുദ്ധി ഉപയോഗിച്ചത്. അക്കാലത്ത് കോർബാദാരി റോഡ് വലിയൊരു നാഷണൽ ഹൈവേ ആയി വികസിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയായിരുന്നു. വലിയ JCB മെഷീനുകൾ ഉപയോഗിച്ച് റോഡിൻ്റെ പല ഭാഗങ്ങളിലും 10 അടിയിലധികം താഴ്ചയുള്ള വലിയ കുഴികൾ എടുത്തിട്ടുമുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ സൽമയുടെ മൃതദേഹമായി അവർ ആ നിർമ്മാണ സ്ഥലത്തെത്തി. ആരും കാണാതെ ആ വലിയ കുഴിയിലേക്ക് സൽമയുടെ ശരീരം അവർ തള്ളി മുകളിൽ മണ്ണും കല്ലും നിരത്തി വേഗത്തിൽ മൂടി. കൃത്യം 3-ാം ദിവസം ആ സ്ഥലത്ത് വലിയ റോഡ് നിർമ്മാണ മെഷീനുകൾ വന്ന് കല്ലും കട്ടിയുമുള്ള ടാറും നിർത്തി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. ദിവസങ്ങൾക്കുള്ളിൽ അതൊരു വലിയ 4 വരി പാതയായി മാറുകയും ചെയ്തു. സൽമയുടെ ശരീരം ആ ഹൈവേയുടെ അടിയിൽ ആർക്കും ഒരിക്കലും കണ്ടെത്താനാകാത്ത വിധം എന്നേക്കുമായി ഉറങ്ങി. മധുവിൻ്റെ ഈ ഞെട്ടിക്കുന്ന കുറ്റസമ്മതം കേട്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. കാരണം അയാൾ പറയുന്ന കൊലപാതക സ്ഥലം ഇപ്പോൾ വെറുമൊരു മൺപാതയല്ല. ദിവസവും 10,000-കണക്കിന് വാഹനങ്ങൾ അതിവേഗം ചീറിപ്പായുന്നൊരു വലിയൊരു നാഷണൽ ഹൈവേ ആണ്. 5 വർഷം മുമ്പ് ടാറിനടിയിൽ കുഴിച്ചിട്ട ഒരു മൃതദേഹം എങ്ങനെ കണ്ടെത്തും? കൃത്യമായ സ്ഥലം എവിടെയെന്ന് 5 വർഷത്തിന് ശേഷം പ്രതിക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരു ഹൈവേ മുഴുവൻ തോണ്ടുക, കുഴിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി അസാധ്യവുമായിരുന്നു. ഇവിടെയാണ് IPS ഓഫീസർ റോബിൻസൺ ശാസ്ത്രത്തിൻ്റെ അത്യാധുനിക സഹായം തേടിയത്. കോടതിയുടെയും ഹൈവേ അതോറിറ്റിയുടെയും പ്രത്യേക അനുമതിയോടെ അവർ ഇന്ത്യയിൽ അപൂർവമായി മാത്രം വലിയ കേസുകളിൽ ഉപയോഗിക്കുന്ന തെർമൽ റഡാർ 3D സ്കാനിംഗ് സാങ്കേതിക വിദ്യ കോർബയിൽ എത്തിക്കുകയും ചെയ്തു. വിദഗ്ധ സംഘം ഹൈവേയുടെ പല ഭാഗങ്ങളിലായി റഡാർ സ്കാനറുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ അടിയിലേക്ക് അതിശക്തമായ തരംഗങ്ങൾ കടത്തിവിട്ടുകൊണ്ട് പരിശോധന നടത്തി. മണിക്കൂറുകൾ നീണ്ട നിശബ്ദമായ തിരച്ചിലിനൊടുവിൽ ഒരു നിശ്ചിത പോയിന്റിലെത്തിയപ്പോൾ റഡാർ മെഷീൻ ശക്തമായ ബീപ്പ് സൗണ്ട് പുറപ്പെടുവിച്ചു. മണ്ണിനടിയിലൊരു മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമുണ്ടെന്ന വ്യക്തമായ സൂചന മെഷീൻ്റെ സ്ക്രീനിൽ തെളിയുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ ആ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ എത്തി ഹൈവേയുടെ കട്ടിയുള്ള കോൺക്രീറ്റും ടാറും തുരന്ന് മാറ്റാനും തുടങ്ങി. 10 അടിയോളം താഴേക്ക് മണ്ണ് മാറ്റിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു തുടങ്ങി. 5 വർഷമായി കോൺക്രീറ്റ് കല്ലുകൾക്കിടയിൽ ശ്വാസം മുട്ടിക്കിടന്ന സൽമയുടെ അസ്ഥികൂടം
അവിടെ തെളിഞ്ഞു വന്നു. അവളന്ന് കയ്യിൽ കരുതിയിരുന്ന ലേഡീസ് ബാഗും ഒരു ജോഡി ചെരുപ്പും യാതൊരു കേടുപാടുകളും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ വിദഗ്ധമായ DNA പരിശോധനയിൽ അത് സൽമാ സുൽത്താനയുടെ ശരീരം തന്നെയാണെന്നും അതിൻ്റെ അവശിഷ്ടങ്ങളാണെന്നും ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. കോൺക്രീറ്റും ടാറിനുമടിയിൽ സത്യത്തെ എന്നേക്കുമായി മുടിച്ചു മൂടാമെന്നും കുഴിച്ചു മൂടാമെന്ന് കരുതിയ മധു സാഹുവും അവൻ്റെ കൂട്ടാളികളും ഒടുവിൽ നിയമത്തിന് മുന്നിൽ കൃത്യമായി കുടുങ്ങി. അവർക്ക് കോടതി അർഹമായ കഠിന ശിക്ഷയും നൽകി. മകൾക്ക് നീതി കിട്ടുന്നത് കാണാൻ അവളുടെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്ത് ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടം കൂടിയാണ്. എങ്കിലും 5 വർഷങ്ങൾക്ക് ശേഷം 10,000-കണക്കിന് ജനങ്ങൾ ചീറിപ്പായുന്ന ആ വലിയ ഹൈവേയുടെ ഇരുണ്ടാഴങ്ങളിൽ നിന്ന് സൽമയുടെ ആത്മാവൊടുവിൽ നീതി ഏറ്റുവാങ്ങി. ഈ ദാരുണമായ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: എത്ര ആഴത്തിൽ എത്ര ശക്തമായി കുഴിച്ചു മൂടിയാലും സത്യത്തിൻ്റെ ഒരു ചെറിയ കഷ്ണമെങ്കിലും ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം പ്രകൃതിക്ക് കുറ്റകൃത്യങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാനാകില്ല.